നമസ്കാരം. ജമാഅത്തെ ഇസ്ലാമിയുടെ സംഹാര താണ്ഡവം 35 ദിവസത്തിനിടെ കൊന്നു തള്ളിയത് 11 ഹിന്ദുക്കളെ. ഈ വാർത്ത വളരെ ദയനീയമാണ്. ഇതങ്ങ് ബംഗ്ലാദേശിൽ നിന്നും വരുന്ന വാർത്തയുമാണ്. ഇന്ത്യ രക്തം ചീന്തി ഉണ്ടാക്കിയ രാജ്യമാണ് ബംഗ്ലാദേശ്. 1971 ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടെ റസാക്കർമാർ എന്ന സേനയും പാക് ആർമിയും ചേർന്ന് ബംഗ്ലാദേശിൽ മരണതാണ്ഡവമാടിയപ്പോൾ ആ നാടിന്റെ രക്ഷയ്ക്കെത്തിയത് ഇന്ത്യൻ ആർമിയായിരുന്നു. ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി നേതാവ് മൗലാന അബ്ദുൽ കലാം മുഹമ്മദ് യൂസഫാണ് 1971 രൂപീകരിച്ച റസാക്കർ സേനയാണ് ബംഗ്ലാദേശിൽ വലിയ കലാപങ്ങൾ അഴിച്ചുവിട്ടത് എന്നുള്ളതാണ്. ഇവരുടെ സഹായത്തോടെ പാകിസ്ഥാൻ സൈന്യം ലിബറേഷൻ അനുകൂല ബംഗ്ലാദേശികൾക്കെതിരെ നടത്തിയ ക്രൂരമായ നടപടികൾ 30 ലക്ഷം സാധാരണക്കാർ കൊല്ലപ്പെട്ടതായാണ് കണക്കാക്കപ്പെടുന്നത്. ഇവരുടെ നരനായാട്ടിൽ 10 ലക്ഷം മുതൽ 40 ലക്ഷം വരെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു എന്ന് പറയപ്പെടുന്നു. ഈ റേപ്പിന്റെ ഫലമായിട്ട് 25,000 മുതൽ 2 ലക്ഷം വരെ ഗർഭധാരണം ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. റസാക്കർമാരുടെ ബീജത്തിൽ നിന്നുണ്ടായ അനാഥരായ 10,000-കണക്കിന് പേർ ഇന്നും ആ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യവും വസ്തുതയുമാണ്. ഒടുവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇടപെട്ട് ബംഗ്ലാദേശിന്റെ വിമോചനം സാധ്യമാക്കിയതോടെയാണ് ആ കൂട്ടക്കൊലകൾക്ക് അറുതിയായത്. പക്ഷെ ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണ്. ഇന്ന് അതേ ബംഗ്ലാദേശിൽ നിന്ന് ഉയരുന്നത് ഹിന്ദുക്കളുടെ കൂട്ട നിലവിളിയാണ്. കഴിഞ്ഞ 35 ദിവസത്തിനിടെ രാജ്യത്ത് വെട്ടിയും കുത്തിയും തല്ലിയും കഴുത്തറത്തും വെടിവെച്ചും കൊല്ലപ്പെട്ടത് 11 ഹിന്ദുക്കളാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 2 ഹിന്ദു യുവാക്കൾ കൊല്ലപ്പെട്ടു. ഭൂരിഭാഗം പേരുടെ പേരിലും ആരോപിക്കപ്പെടുന്നത് മതനിന്ദാ കുറ്റമാണ്. ഈ അക്രമങ്ങൾക്ക് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നുള്ള വിമർശനം വളരെ കൃത്യമായി വരുന്നുണ്ട്. ബംഗ്ലാദേശിൽ സ്ഥാനഭ്രഷ്ടയാക്കുന്നതിന് മുൻപ് ഷെയ്ഖ് ഹസീന പറഞ്ഞ ഒരു വാചകമുണ്ടായിരുന്നു: ജമാഅത്തെ ഇസ്ലാമിയാണ് ഈ നാടിന്റെ ശാപമെന്ന്. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭീഷണി അവരാണ് എന്നാണ് അവർ അന്ന് പറഞ്ഞത്. എന്തെല്ലാം പോരായ്മകൾ ഉണ്ടെങ്കിലും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരും ഹസീനയുടെ ഭരണത്തിൽ സുരക്ഷിതരായിരുന്നു. ഭരണകൂടത്തിന്റെ പിന്തുണ ഇല്ലാതിരുന്ന കാലത്തും അവശിഷ്ട ന്യൂനപക്ഷങ്ങളുടെ ചോര ബംഗ്ലാദേശിൽ വീഴുകയാണ് എന്നുള്ളതാണ്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ഹസീന വീഴുകയും അവിടെ നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ ഉണ്ടാവുകയും ചെയ്തതോടെ സമാധാനം പുലരുമെന്നാണ് കരുതിയത്. പക്ഷേ യൂനിസ് മതമൗലികവാദികളുടെ, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിലെ പാവയാണ് എന്നാണ് ലോകം വൈകി അറിഞ്ഞത്. ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് സർക്കാർ വീണതിനെ തുടർന്ന് ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഹിന്ദുക്കൾ അടങ്ങുന്ന ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗം നടത്തിയ അക്രമത്തിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരും അടങ്ങുന്ന നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. ന്യൂനപക്ഷങ്ങളുടെ വീടുകളും കടകളും ക്ഷേത്രങ്ങളും വ്യാപകമായി തകർക്കപ്പെട്ടു. ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ, അതായത് ഇസ്കോണിന്റെ ക്ഷേത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ അവിടെ ആക്രമിക്കപ്പെട്ടത്. ഇസ്കോൺ നേതാവ് സ്വാമി ചിന്മയ കൃഷ്ണയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. അപ്പോഴൊക്കെയും ഇന്ത്യ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. UN-ഉം US-ഉം ബ്രിട്ടനും എല്ലാം ബംഗ്ലാദേശിന് മേൽ ശക്തമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഡോക്ടർ മുഹമ്മദ് യൂനുസ് എന്ന നോബൽ സമ്മാനം കിട്ടിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനെ കരുവാക്കിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർ ബംഗ്ലാദേശിൽ ഉറഞ്ഞു തുള്ളുകയാണ് എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും സ്വതന്ത്ര ചിന്തകരടക്കം പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ, വേദനാജനകമായ കാര്യം. പോലീസും ഭരണകൂടവും എപ്പോഴും അക്രമികൾക്കൊപ്പമാണ് നിൽക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസവും ഈ ബംഗ്ലാമണ്ണിൽ ന്യൂനപക്ഷങ്ങളുടെ ചോര വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടു. ജസോർ ജില്ലയിൽ അജ്ഞാതരുടെ വെടിയേറ്റ് മാധ്യമപ്രവർത്തകനായിട്ടുള്ള റാണ പ്രതാപ് ബൈറാഗി കൊല്ലപ്പെട്ടതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. ദൈനിക് ബിഡി ഖബർ എന്ന പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നു ഈ ബൈറാഗി. ബൈക്കിലെത്തിയ 3-അംഗ സംഘത്തിന്റെ വെടിയേറ്റാണ് അവിടെ മരണം സംഭവിച്ചത്. ഇതിന് പിന്നാലെ നർസിംഗ്ഡി ജില്ലയിൽ മണി ചക്രവർത്തി എന്നൊരു പലചരക്ക് കച്ചവടക്കാരനും ഇതേപോലെ ആക്രമണത്തിന് ഇരയായിട്ട് കൊല്ലപ്പെടുകയാണ്. കഴിഞ്ഞ 35 ദിവസത്തിനിടെ ആ രാജ്യത്ത് ഹിന്ദു സമൂഹത്തിലെ 11 പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഡിസംബർ 18 മൈമൻ സിംഗ് ജില്ലയിലെ ഗാർമെന്റ് ഫാക്ടറി തൊഴിലാളിയായിട്ടുള്ള ദീപു ചന്ദ്രദാസ് ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഹിന്ദുക്കൾക്കെതിരെ രാജ്യത്ത് നടക്കുന്ന അതിക്രമങ്ങളുടെ നേർചിത്രമായിരുന്നു. ഖുറാനെ നിന്ദിച്ചിരുന്നു എന്നായിരുന്നു ദീപിനു മേൽ ആരോപിക്കപ്പെട്ട കുറ്റം. രക്ഷിക്കേണ്ട പോലീസ് തന്നെ അയാളെ പിടിച്ച് ആൾക്കൂട്ടത്തിന് കൈമാറുന്നു. അവർ ആ സാധുവിനെ പച്ചയ്ക്ക് തീ കൊളുത്തി കൊല്ലുകയായിരുന്നു. ബംഗ്ലാദേശി NGO INO സാലിഷ് കേന്ദ്രയുടെ 2025 ഡിസംബറിലെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് 2025 മാത്രം ഏകദേശം 197 പേർ ബംഗ്ലാദേശിൽ ആൾക്കൂട്ട ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. വാഷിംഗ്ടൺ DC ആസ്ഥാനമായുള്ള ഹിന്ദുക്കൾ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ഗ്രൂപ്പ് ഡിസംബർ 19 ബംഗ്ലാദേശ് ഇടക്കാല ഭരണകൂടത്തോട് ന്യൂനപക്ഷങ്ങൾക്കായി ഒരു മന്ത്രാലയം അടിയന്തരമായി രൂപീകരിക്കുവാനും ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും ആവശ്യപ്പെട്ടിരുന്നു. 35 ദിവസത്തിനിടെ കൊല്ലപ്പെട്ട 11 ഹിന്ദുക്കളിൽ 1971 വിമോചന സമര സേനാനിയും ഭാര്യയും ഉൾപ്പെടുന്നു എന്നുള്ളത് ഭീകരമാണ്,
ഭീതിതമാണ്. ബംഗ്ലാദേശിലെ രാഗ്പൂർ ജില്ലയിലെ വീട്ടിൽ ഡിസംബർ 7 കഴുത്തറത്ത നിലയിലാണ് ഇവരെ കണ്ടെത്തിയത്. ഡിസംബർ 2 രാത്രി നർസിംഗ്ഡി ജില്ലയിലെ റായ്പുര ഉപാസിലയിൽ 42കാരനായിട്ടുള്ള സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള പ്രാന്തോഷ് കോർമോക്കറിനെ വെടിവെച്ചു കൊല്ലുകയും ചെയ്തിരുന്നു. അന്നേ ദിവസം പുലർച്ചെ ഫരീദ്പൂർ ജില്ലയിൽ 35 വയസ്സുള്ള മത്സ്യവ്യാപാരിയായിട്ടുള്ള ഉത്പോൾ സർക്കാർ ക്രൂരമായിട്ട് കൊല്ലപ്പെടുന്ന കാഴ്ചയും ഉണ്ടായി. ഡിസംബർ 12 കുമില്ല ജില്ലയിൽ 18 വയസ്സുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർ ഷാൻഡോ ചന്ദ്രദാസിനെ കഴുത്തറത്ത് കൊലപ്പെടുത്തി. ഡിസംബർ 24 രാജ്ബാരി ജില്ലയിൽ നിന്നുള്ള 30 വയസ്സുള്ള അമൃത് മണ്ഡലിനെ ആൾക്കൂട്ടം തല്ലിക്കൊന്നു. ബംഗ്ലാദേശിലെ അർദ്ധസൈനിക സഹായ സേനയായിട്ടുള്ള അൻസാർ ബഹ്നിയിലെ ബജേന്ദ്ര ബിശ്വാസ് ഡിസംബർ 21 മൈമൻസിംഗ് ജില്ലയിലെ ഒരു വസ്ത്ര ഫാക്ടറിയിൽ വെച്ച് പ്രവർത്തകനായിട്ടുള്ള നോമൻ മിയയുടെ വെടിയേറ്റ് മരിക്കുന്നു. ശരിയത്പൂർ ജില്ലയിലെ ഹിന്ദു ബിസിനസ്സുകാരനായിട്ടുള്ള ഖോക്കോൺ ചന്ദ്രദാസ് പുതുവത്സര ആഘോഷത്തിനിടെ ആൾക്കൂട്ടത്തിന്റെ ക്രൂരമായിട്ടുള്ള ആക്രമണത്തിൽ പൊള്ളലേറ്റ് മരിക്കുന്നു. കൊലപാതകത്തിന് പിന്നിൽ ലക്ഷ്യമറിയില്ലെന്നും പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് ഇതിൽ പല കേസുകളിലെയും പോലീസിന്റെ റിപ്പോർട്ടുകൾ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഈ കൊലകളൊക്കെ ജമാഅത്തെ ഇസ്ലാമി നേരിട്ട് ആസൂത്രണം ചെയ്യുന്നത് ഒന്നല്ല. പക്ഷെ മറ്റു മതസ്ഥർ എല്ലാം ഇസ്ലാമിന്റെ നിന്ദകരാണ് എന്നും അവർ കൊല്ലപ്പെടേണ്ടവർ ആണ് എന്നുള്ള ചിന്തയുണ്ടാക്കുവാൻ ബംഗ്ലാദേശിലെ മതമൗലികവാദികൾക്ക് കഴിയുന്നുണ്ട് എന്നതാണ് തസ്ലീമ നസ്രീനെ പോലുള്ള എഴുത്തുകാർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ യൂനിസ് സർക്കാരും പോലീസുമാവട്ടെ ഇതിൽ ഒളിച്ചുകളികൾ തുടരുകയാണ്. പ്രശ്നം ഇത്ര രൂക്ഷമായിട്ടും ഇന്ത്യ ശക്തമായി ഇടപെട്ടിട്ടില്ല. ഗാസയുടെ പേരിൽ നിലവിളിക്കുന്ന ആരും തന്നെ ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയിൽ പ്രതിഷേധിക്കാൻ പോലും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു നല്ല ബന്ധമുണ്ടായിരുന്നു. അത് വഷളാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്. ഇനി പ്രതികരിക്കേണ്ടി വരും, പ്രതിഷേധിക്കേണ്ടി വരും. ഒപ്പം തന്നെ ഈ ബംഗ്ലാദേശിനോട് വളരെ നല്ല ഭാഷയിൽ ഇതുവരെ സംസാരിച്ച ഇന്ത്യ ഒരല്പം മാറി ചിന്തിക്കേണ്ടി വരും. ചിലപ്പോൾ ബംഗ്ലാദേശിനെ പിടിച്ചടക്കേണ്ടി വരും.